എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. പ്രളയം കനത്ത നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ദുരിതബാധിതർക്കായി സന്നദ്ധ സംഘടനകൾ സഹായം ലഭ്യമാക്കണമെന്ന് ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പല സംഘടനകൾ സഹായഹസ്തവുമായി എത്തിക്കഴിഞ്ഞുവെന്നും മറ്റ് പല സംഘടനകളും സഹായം വാഗ്ദാനം ചെയ്തുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പിരിവ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പഞ്ചായത്ത് യാതൊരുവിധ പിരിവിനും അനുവാദം നൽകിയിട്ടില്ലെന്നും പിരിവുകളെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങളായ ജമീല കോളയത്ത്, പ്രിൻസ് വെള്ളക്കട എന്നിവർ പങ്കെടുത്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ സന്നദ്ധ സംഘടനകൾ സഹായഹസ്തവുമായിട്ട് വരാമെന്ന് നേരിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഇതിനോടകം തന്നെ അവർ ക്യാമ്പുകളിൽ നിന്ന് വീട്ടിൽ പോകുന്നവർക്ക് കിറ്റുകളുമായി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപുഴ ഇന്നലെ ടൗൺ ലയൺസ് ക്ലബ്ബുകാർ കോഴിച്ചാലിലേക്കുള്ള സാധനങ്ങൾ ഡ്രസ്സുകളായിട്ടും കിടക്കാനുള്ള പായകളായിട്ടും ഒക്കെ അവരവിടെ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ വീടുകളിലെത്തി കഴിയുമ്പോഴുള്ള കുടിവെള്ളമാണ്. ആ കുടിവെള്ളം എത്ര ദിവസത്തേക്ക് കൊടുക്കാമോ അത്രയും കൊടുക്കാമെന്ന് പാഴ്ചാലുള്ള ലയൺസ് ക്ലബ്ബുകാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രേയസ് അവരും മുന്നോട്ട് വന്നിട്ടുണ്ട് കുടുംബങ്ങളെ സഹായിക്കാനായിട്ട്. 50-50ഓളം കുടുംബങ്ങളെ അവർ സഹായിച്ചോളാമെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സംഘടനകൾ നമ്മളോടൊപ്പം കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും അതൊന്നും നമുക്ക് പോരാ, മുന്നോട്ടും ഇനിയും നമുക്ക് കൂടുതൽ സംഘടനകളുടെ ആവശ്യമുണ്ട്. ഇവരെല്ലാം നമുക്ക് പുനരുദ്ധരിപ്പിക്കേണ്ടതുണ്ട്. ഒന്നേ മുതൽ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അപ്പം എല്ലാ സന്നദ്ധ സംഘടനയുടെയും സഹായം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. അതിന് പ്രധാനപ്പെട്ട ആവശ്യം പഞ്ചായത്ത് തലത്തിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ പാക്കേജ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് 10,000 രൂപയും വീട് സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും വീട് പുതിയതായിട്ട് വെക്കുവാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLA അത് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് വകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പാക്കേജ് ലഭ്യമായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തിലെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ കഴിയൂ എന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. MLA വളരെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ തഹസിൽദാർ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തത് പ്രത്യേക പാക്കേജ് അനുവദിക്കാനുള്ള സാഹചര്യമാണ് ചെറുപുഴ പഞ്ചായത്തിലുള്ളതെന്നും അത് കളക്ടറെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കളക്ടർ റിപ്പോർട്ട് ആ രീതിയിൽ തയ്യാറാക്കി സർക്കാരിലോട്ട് അയക്കുമെന്നാണ് നമുക്ക് ലാസ്റ്റ് അദ്ദേഹം മീറ്റിങ്ങിൻ്റെ അവസാനം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യം കൂടെ പറയാനുള്ളത്, ക്യാമ്പുകളിൽ സഹായം എത്തിക്കാനുള്ള പിരിവുകളോ അങ്ങനെ ഒന്നും പഞ്ചായത്ത് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യവും നിലവിലില്ല. അപ്പം ഞങ്ങളോട് പറയാനുള്ളത് പിന്നെ ക്യാമ്പുകളിൽ സഹായം എത്തിക്കുന്ന രീതിയിലുള്ള പിരിവുകളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് അറിയുന്നത്. കാരണം ഇതൊക്കെ സന്നദ്ധ സേവന ക്ലബ്ബുകളും സംഘടനകളൊക്കെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് കൈമാറാനുള്ള പിന്നെ അവസരം തരണമെന്ന് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ അടിയന്തര സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പുകൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണക്കാർക്ക് ബസ്സുകളും അതുപോലെ മറ്റ് അനുബന്ധ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.